ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹൈഡ്രോപോണിക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സീഡ് മുളപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കാണ്. സാധാരണ ഞാനിങ്ങനെ ഹൈഡ്രോപോണിക്സിലേക്കുള്ള ചെടികളെല്ലാം ഇങ്ങനെ കടകളിൽ നിന്ന് വാങ്ങിയിട്ട് അത് വേര് വാഷ് ചെയ്ത് ഇതിൽ വെക്കലാണ് പതിവ്. കുഴപ്പമില്ല, പക്ഷേ അതതിൻ്റെ ഒരു പ്രൊഫഷണൽ വഴിയല്ല. റീസെൻ്റ്ലിയാണ് ഇതിങ്ങനെ ചെയ്യാനൊരു ഐഡിയ തോന്നി ഞാൻ ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒയാസിസ് എന്ന സാധനം വാങ്ങിച്ചത്. ഇതിലാണ് നമ്മൾ ഹൈഡ്രോപോണിക്സിൽ ഈ ചെടി വളർത്തുന്നത്. ഇതിങ്ങനെ അടർത്തി എടുക്കാം. ഈ ഓരോ ഹോൾസിലാണ് നമ്മൾ വിത്തിടുന്നത്. അപ്പോൾ ഈ ഇതിനൊക്കെ ആവശ്യമുള്ള വിത്ത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് ലെറ്റൂസിൻ്റെയും തക്കാളിയുടെയും അതുപോലെ മുളകിൻ്റെയും വിത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരീക്ഷണം ചെയ്യാൻ ഓർത്തിരിക്കുകയാണ്. അതുകൂടാതെ ഇതാണ് ജെഫി ഡിസ്ക് എന്ന സാധനം. ഇതുപോലെ തന്നെ ഈ വയസ്സിൻ്റെ മറ്റൊരു മെത്തഡാണ്. ഇതിൽ നമുക്ക് വിത്ത് വളർത്താൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞത് ആദ്യം നമുക്ക് വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒയാസിസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജെഫി ഡിസ്ക് ആണെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ജെഫി ഡിസ്കും ഇതിലേക്ക് തന്നെ വെക്കുകയാണ്. ഇത് ഞാൻ 6 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വെച്ചിട്ടില്ല. ഇത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് ഓർത്തായിരിക്കണേ. അപ്പോൾ വെച്ചു. ഇനി നമുക്കിത് കുതിരാനായിട്ട് നമുക്ക് ന്യൂട്രിയൻസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിന് ന്യൂട്രിയൻസ് എടുത്തിട്ടുണ്ട്. ന്യൂട്രിയൻസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും കുതിർന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വിത്തിടാനായിട്ട്. കുതിർന്നതിന് ശേഷം നമുക്ക് ഈ വെള്ളം കുറച്ച് കളയണം. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതിപ്പോൾ കുതിരാൻ വേണ്ടി ഞാനിങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതൊന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് വിത്ത് പ്ലേസ് ചെയ്യാം. ഹലോ, ഇത് ഞാൻ ഇത്തവണ സീഡ് ഞാൻ ഓൺലൈനിൽ മേടിച്ച് ഓർഗാനിക് ബസാർ എന്നുള്ള സൈറ്റിലാണ്. ഇതിനകത്ത് ലെറ്റൂസിൻ്റെ വിത്ത് വന്നേക്കണം. ഇതുപോലെ ഇതിനകത്തൊരു ചെറിയൊരു ക്യാപ്സ്യൂളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ കുറേ വിത്തുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ് ഇത് ട്രീറ്റ് ചെയ്ത വിത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നും മുളയ്ക്കാതെ വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഈ ഒയാസിസിലേക്ക് നമ്മൾ ഇതുപോലെ ഒരെണ്ണം വെച്ച് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്തായാലും തുടക്കക്കാരനല്ലേ, 2 എണ്ണം ഇട്ടേക്കാം. ഇതിൻ്റെ ഓരോ ഹോൾസിലേക്ക് നമ്മളൊരു 2 എണ്ണം വെച്ച് ഇടുകയാണ്. ഇത് ലെറ്റൂസിൻ്റെ വിത്താണ്, റൊമൈൻ ലെറ്റൂസിൻ്റെ വിത്താണ്. ഇതിൻ്റെ ഓരോ ഹോളിലും ഒരെണ്ണം വെച്ച് കിട്ടണമെന്ന് വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് 2ഉം 3ഉം പോകുന്നുണ്ട്. സാരമില്ല, തുടക്കത്തിലുള്ള എക്സ്പീരിയൻസ് കുറവാണ് നമുക്ക്. അതുകൊണ്ട് അങ്ങനെ പോട്ടെ, ഇത്തവണ അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് നോക്കാം. ഞാൻ ഈ ഹോളിലേക്ക് ഇതെല്ലാം തട്ടിയിടുവാണ്. കണ്ടോ, ഇത് ഭയങ്കര ചെറിയ സാധനമാണ്. ഇത് പിടിക്കാൻ പോലും പറ്റുമോ, ജീരകത്തിൻ്റെ അത്രേ ഉള്ളൂ സാധനം. അപ്പോൾ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് വേണം, എന്നാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ നമുക്ക് നോക്കാം അതിൻ്റെ റിസൾട്ട് എന്നത്. ചിലതിലൊക്കെ 3-4 മിനിറ്റ് ഉണ്ട്, ചിലതിൽ അതിൽ കൂടുതൽ മിനിറ്റ് ഉണ്ട്. സാരമില്ല. എന്തായാലും ഞാനിപ്പോൾ 1, 2, 3, 4, 5, 6 12 എണ്ണത്തിൽ ഞാൻ ഇത് ലെറ്റ്യൂസ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതിൽ നമുക്ക് കുറച്ച് മുളകോട് ഇടാമെന്ന് ഓർത്തിരിക്കുകയാണ്. ലോങ് ചില്ലി എന്നൊരു മുളകുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്കൊരാളുടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതൊരു ഇട്ട് നോക്കാം. ഇനി ഇത് ഇട്ടതിന് ശേഷം കുറേ പണിയോടെ ഉണ്ട്, അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഞാനിതൊന്ന് പോസ് ചെയ്ത് വെക്കട്ടെ. ഇപ്പം നമ്മളിതിൽ 4 ടൈപ്പ് വിത്ത്, 2 ടൈപ്പ് മുളക്, 1 തക്കാളി, അതുപോലെ തന്നെ ലെറ്റ്യൂസോട് കൂടി നമ്മൾ ഒയാസിസിൽ മുക്കി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് പുറത്ത് കാണാം, കുഴപ്പമൊന്നുമില്ല, അതൊന്നും തോന്നുന്നു. ഇത് നമുക്കറിയാം, അങ്ങനത്തെ ഒരു വർക്ക് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ എക്സ്പീരിയൻസ് കുറവ് എന്താണെന്ന് മനസ്സിലാവും. എനിവേ, ഇതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേണ്ടത് ഒരു തെർമോക്കോളിൻ്റെ പെട്ടിയാണ്. ഞാനൊരു തെർമോക്കോളിൻ്റെ പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പെട്ടിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് നമ്മൾ 2-3 ദിവസം ഹ്യൂമിഡിറ്റി ആയിട്ട് അടച്ചു വെക്കുക. അത് വേറെ ഒന്നും ചെയ്യണ്ട. ഇരുട്ടുള്ള സ്ഥലത്തിങ്ങനെ തെർമോക്കോളിൻ്റെ പെട്ടിക്ക് അത് വെച്ചിട്ട് ഇനി തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് വെച്ച് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മളൊരു തെർമോക്കോളിൻ്റെ ബേക്സിൽ വെച്ച് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2-3 ദിവസം അങ്ങനെ ഇരിക്കട്ടെ. ഇതെല്ലാം ഒരാളെന്നോട് പറഞ്ഞതനുസരിച്ചാണ് ചെയ്യണേ. ഇതിൻ്റെ നിജാവസ്ഥ എന്താണെന്നാണ് നമുക്ക് ഇത് കഴിയുമ്പോൾ പറയാം. ചിലപ്പോൾ ഇനി എൻ്റെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതുവരെ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം അത് ശരിക്കും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരില്ല, അതിൽ തന്നെ നമുക്ക് പറ്റും. ഇനി നമുക്ക് ജെഫി ഡിസ്ക് ഞാൻ വെള്ളത്തിലിട്ടേക്കാണ് കേട്ടോ. ജെഫി ഡിസ്ക് വെള്ളത്തിലിട്ട് അത് വെള്ളം കുടിച്ച് വരാഴ്ച താമസം എടുക്കും. നമ്മുടെ ഒയാസിസ് പോലെ പെട്ടെന്ന് വീർക്കില്ല. ഇത് ചെറുതായിരിക്കും. ഇത് നമ്മൾ വെള്ളമെല്ലാം കുടിച്ചപ്പോൾ ഇത്രയും ഒരു 2 ഇഞ്ചെങ്കിലും ഹൈറ്റിൽ വരും. അന്നേരം നമുക്ക് വെച്ചിട്ട് അതുവരെ വെള്ളം കുടിച്ച് വലുതാവട്ടെ. അതിനുശേഷം ബാക്കിയുള്ള പിന്നെ ഇടാം നമുക്ക്. ഓക്കെ, താങ്ക് യു.